2024 ഡിസംബർ മാസം 7 ഒഡീസയിലെ ലക്ട്രഗ എന്ന പോലീസ് സ്റ്റേഷനിലേക്ക് അന്നത്തെ ദിവസം രാവിലെ തന്നെ ഒരാൾ ഓടി വരികയാണ്. ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറഞ്ഞത്, സർ, എന്റെ 18 വയസ്സുള്ള മകളെ 2-3 ദിവസമായി കാണാനില്ല. 2-3 ദിവസമായി പോലീസ് കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ മകൾ അവളുടെ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവിടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ 3 ദിവസം മുൻപ് സുഹൃത്തിനെ കാണാനായി അവൾ ആന്റിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവൾ തിരികെ വരും എന്ന് കരുതി അവരും ഒരു ദിവസം കാത്തിരുന്നു. എന്നാൽ വരാൻ കാണാതായപ്പോൾ അവർ തിരയാൻ തുടങ്ങി. തിരഞ്ഞ് കണ്ടെത്താൻ കഴിയാതായപ്പോൾ അവർ വീട്ടിൽ വന്ന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായത്. പിന്നീട് ഞങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞു നോക്കി. എന്നിട്ടാണ് ഇപ്പോ ഈ കംപ്ലൈന്റ് തരാൻ വന്നതെന്നും പറഞ്ഞു. ഇപ്പോ ഈ കാണാതായ പെൺകുട്ടിയെ ഇതിനകം തന്നെ പോലീസിന് നല്ല പരിചയമുണ്ട്. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തപ്പോൾ ഏകദേശം ഒരു 2 വർഷം മുൻപ് അതേ നഗരത്തിലുള്ള ഒരു യുവാവ് അവളെ പ്രണയിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പെൺകുട്ടി ഗർഭിണിയായി. എന്നാൽ പിന്നീട് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം അവൾക്ക് 16 വയസ്സ് മാത്രം. അതിനാൽ ആ ചെറുപ്പക്കാരനെ പിടിച്ച് പോലീസ് പോക്സോ നിയമപ്രകാരം ജയിലിലടച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പെൺകുട്ടി മിസ്സായി എന്നറിഞ്ഞപ്പോൾ പോലീസ് വളരെ വേഗത്തിൽ അവളെ തിരയാൻ തുടങ്ങി. ആദ്യം അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. അവരോട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞത്, സർ, 3 ദിവസം മുൻപ് മകൾ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നാൽ വൈകുന്നേരമായിട്ടും തിരികെ വന്നില്ല. അവളുടെ കയ്യിൽ ഫോണില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങനെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. ചില സമയങ്ങളിൽ ഒരു ദിവസം കഴിഞ്ഞാണ് അവൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങളും അത് വലിയ കാര്യമാക്കിയില്ല. അടുത്ത ദിവസം അവൾ വരുമെന്ന് കരുതി കാത്തിരുന്നു. എന്നാൽ അടുത്ത ദിവസം വൈകുന്നേരമായിട്ട് കൂടിയും അവളെ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊരല്പം ഭയം തോന്നിയത്. പിന്നീട് അവളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കെല്ലാം ഞങ്ങൾ പോയി തിരഞ്ഞു. പക്ഷെ എവിടെയും അവൾ വന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വിവരം അറിയിച്ചത്. പോലീസ് ഇപ്പോൾ ആ പരിസരവാസികളെയും അവളുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ചോദ്യം ചെയ്തു. എന്നാൽ ആർക്കും അവൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു ഒന്നും തന്നെ അറിയില്ല. പോലീസ് ഉടൻ തന്നെ പ്രത്യേക ടീമുകൾ നിർമ്മിച്ച് അവളെ അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം സുഹൃത്തിന്റെ വീട്ടിലേക്ക് അവൾ പോയി എന്ന് പറഞ്ഞു. അപ്പോ അവളുടെ ആന്റിയുടെ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ സുഹൃത്തിന്റെ വീട്ടിൽ അവൾ പോയിട്ടുണ്ടാകാം. സുഹൃത്തുക്കൾ അത് മറച്ചു വെക്കുന്നോ എന്നുള്ളൊരു സംശയത്തിൽ ആ ഒരു രീതിയിലും വളരെ രഹസ്യമായി അന്വേഷണം ആരംഭിച്ചു. ആ പ്രദേശം മുഴുവനും ഉണ്ടായിരുന്ന CCTV പരിശോധിക്കുമ്പോൾ ഒരേയൊരു ഫുട്ടേജിൽ മാത്രമാണ് ഈ പെൺകുട്ടി 2 വ്യക്തികളുമായി ഒരു ബൈക്കിൽ കയറി പോകുന്നത് കാണുന്നു. എന്നാൽ ആ ബൈക്കിൽ ഉണ്ടായിരുന്ന 2 പേരും തലയിൽ ഹെൽമറ്റ് ധരിച്ചിരുന്നു, ജാക്കറ്റ് ധരിച്ചിരുന്നു, കയ്യിൽ കയ്യുറ ധരിച്ചിരുന്നു. അതിനാൽ പോലീസുകാരെ കൊണ്ട് അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഉടൻ തന്നെ ആ ബൈക്കിന്റെ ലൈസൻസ് പ്ലേറ്റ് നമ്പർ ഉപയോഗിച്ച് അവരുടെ ഡേറ്റാബേസിൽ തിരയുമ്പോൾ അതൊരു വ്യാജ നമ്പറാണെന്ന് മനസ്സിലായി. ആരോ പദ്ധതിയിട്ടാണ് അവളെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പോലീസുകാർ ചിന്തിച്ചാൽ കൂടിയും മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ആ പെൺകുട്ടി പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ആ ബൈക്കിൽ കയറി പോയതെന്ന് മനസ്സിലായി. ഇപ്പൊ പോലീസുകാർക്ക് വലിയ കുഴപ്പം തന്നെ ഉണ്ടായി. ഇനിയുള്ള ഒരേ ഒരു വഴി ആ ബൈക്കിൽ ഉണ്ടായിരുന്ന 2 വ്യക്തികൾ അവരാരാണെന്ന് കണ്ടെത്തണം. CCTV ഫുട്ടേജിലൂടെ 2 പേരും യുവാക്കൾ എന്ന് മാത്രമാണ് പോലീസിന് മനസ്സിലായത്. ഇവിടെയാണ് പോലീസുകാർ വളരെ വ്യത്യസ്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതി തിരഞ്ഞെടുത്തത്. പോലീസുകാർ ആ നഗരത്തിൽ അടുത്തിടെ ഇൻസ്റ്റാൾ ചെയ്ത ജസ്ഗുഡ സ്മാർട്ട് സിറ്റി CCTV സിസ്റ്റത്തിലുണ്ടായിരുന്ന ഫുട്ടേജസ് എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഇത് അറിഞ്ഞ പോലീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്താമെന്ന തീരുമാനത്തിൽ വരുന്നു. പോലീസുകാരുടെ ഈ ഒരു ശ്രമത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഈ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യുന്നു. ഈ ഒഡീസയുടെ സ്മാർട്ട് സിറ്റി CCTV സിസ്റ്റം എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൽ ഒരു പ്രത്യേക ഫോട്ടോ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോയിലുള്ള വ്യക്തി ആ പ്രദേശത്ത് എവിടെയെല്ലാമാണോ സഞ്ചരിച്ചത്, അവരുടെ മുഖം എവിടെയെല്ലാമാണോ പതിയുന്നത്, അത് ഓട്ടോമാറ്റിക്കായി എടുത്ത് പോലീസിന് വിവരങ്ങൾ നൽകും. അതൊരു ഫോട്ടോ വീഡിയോ ആയി തന്നെ എടുത്തു കാണിക്കും. അങ്ങനെ പോലീസുകാർ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ബൈക്കിൽ കയറി പോയല്ലോ. അവർ നാഷണൽ ഹൈവേ 143 പോകുന്നതാണ് പോലീസ് കണ്ടത്. കൂടാതെ പോലീസുകാർ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കൾ എല്ലാവരുടെ വിവരവും എടുക്കുന്നു. പക്ഷേ അവരുടെ ഫോട്ടോസ് ഒന്നും ഈ 2 യുവാക്കളുമായി മാച്ച് ആയില്ല. അടുത്ത് ചെയ്തത്, ഈ പെൺകുട്ടി ഇതിനകം തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു. ആ സമയം ആ പെൺകുട്ടി തന്നെ അങ്ങനെ ആക്കിയ യുവാവിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആ സമയം പോലീസിന് വിശദമായി നൽകിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് കുന്നു കിസാൻ. അവന്റെ സ്ഥലമെല്ലാം അന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൈറ്റ്, വെയിറ്റ് ഇവയെല്ലാം ആ CCTVയിൽ പതിഞ്ഞ ബൈക്ക് ഓടിക്കുന്ന വ്യക്തിയുടെ പുറകിലുണ്ടായിരുന്ന വ്യക്തിയുടെ ശരീരഘടനയുമായി മാച്ച് ആകുന്നുണ്ട്. ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് മനസ്സിലായത്. അതിനാൽ അന്ന് ആ ബൈക്കിലുണ്ടായിരുന്നത് ഈ കുന്നു കിസാൻ ആയിരിക്കാനുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ടെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയിച്ചു. ഉടൻ തന്നെ പോലീസുകാർ ഈ കുന്നു കിസാന്റെ സ്വന്തം നാട് അതിനടുത്താണ്
ആ ഗ്രാമത്തിലേക്ക് ചെന്ന് അവനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവൻ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് എപ്പോഴത്തെയും പോലെ മറുപടി പറയാൻ തുടങ്ങി. ഇവനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇവനെക്കുറിച്ചുള്ള മുഴുവൻ രേഖകളും എടുത്തിരുന്നു. 2023 ഇവൻ ജയിലിലേക്ക് പോയത്. ചില മാസങ്ങൾക്ക് മുൻപാണ് ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നത്. ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പോലീസ് അവന്റെ സെൽഫോൺ റെക്കോർഡ്സ് എല്ലാം ട്രാക്ക് ചെയ്തിരുന്നു. അതിൽ ആ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറിലേക്ക് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു എന്നുള്ളത് മനസ്സിലായി. ഇതിനെക്കുറിച്ച് പോലീസുകാർ ചോദിച്ചപ്പോൾ അതെ, ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു എന്നവൻ പറഞ്ഞു. അതുപോലെ പെൺകുട്ടിയെ കാണാതാകുന്നതിന് 2-3 ദിവസം മുൻപ്, അതായത് ആ പെൺകുട്ടി അവളുടെ ആന്റിയുടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ആന്റിയുടെ വീട്ടിലേക്കും ഇവൻ ഫോൺ ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ ആ പെൺകുട്ടിയുമായി സംസാരിച്ചു എന്നവൻ പറഞ്ഞു. ഉടൻ തന്നെ പോലീസുകാർ അവരുടേതായ ശൈലിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എങ്കിലും അവൻ നടന്ന സംഭവങ്ങൾ ഒന്നും പറഞ്ഞില്ല. തനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് പോലീസുകാർ തങ്ങളുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം പുറത്തെടുക്കാൻ തുടങ്ങി. മറ്റു മാർഗമില്ലാതെ അവനും സത്യം പറഞ്ഞു. സർ, ഞാൻ തന്നെയാണ് ആ പെൺകുട്ടിയെ കൊന്നത്. എവിടെ കൊന്നു, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് പോലീസുകാർക്ക് മറ്റൊരു ഞെട്ടൽ കാത്തിരുന്നത്. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വളരെ ധൈര്യത്തോടുകൂടി പോലീസ് ജീപ്പിൽ തന്നെ കയറിയിരുന്ന് തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള ഒരു കുളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന കുളത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവളുടെ ശരീരം ഇവിടെ തന്നെ കാണാം, നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പോലീസുകാർ മുങ്ങൽ വിദഗ്ധരെയെല്ലാം വിളിച്ച് അവിടെ മുഴുവനും തിരയാൻ തുടങ്ങി. അപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ ലഭിക്കാൻ തുടങ്ങി. എങ്കിലും അവളുടെ മുഴുവൻ ശരീരവും ലഭിച്ചില്ല. അഴുകിയ അവസ്ഥയിൽ അവളുടെ തല ലഭിച്ചു, ഒരു കൈയും കാലും ലഭിച്ചു, എന്നാൽ മുഴുവൻ ശരീരവും ലഭിച്ചില്ല. നീ ഇവിടെ തന്നെയാണോ മുഴുവൻ ശരീരം ഉപേക്ഷിച്ചത്, അതോ മറ്റെവിടെയെങ്കിലും ഇനി ഇട്ടിട്ടുണ്ടോ എന്ന് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ വീണ്ടും പോലീസുകാരെ വിളിച്ചുകൊണ്ട് അതേ പ്രദേശത്തുള്ള മറ്റൊരു ആറിനടുത്തേക്ക് പോയി. ഇവിടെ ഉണ്ടാകും, തിരഞ്ഞു നോക്കാൻ ആവശ്യപ്പെട്ടു. പോലീസുകാർ വീണ്ടും അവിടെ ഇറങ്ങി തിരഞ്ഞു. ആ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പോലീസുകാർക്ക് അവിടെ നിന്ന് ലഭിച്ചു. എന്തിനാണ് നീ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞങ്ങൾ 4-5 വർഷമായി പ്രണയിക്കുകയായിരുന്നു. എന്നാൽ 2 വർഷത്തിനു മുൻപ് ഞങ്ങൾക്കിടയിൽ ഒരു തെറ്റായ ബന്ധമുണ്ടായി. അതിൽ അവൾ ഗർഭിണിയായി. അവൾ ഗർഭിണിയായി എന്ന് മനസ്സിലായ ഉടൻ തന്നെ അവളുടെ കുടുംബം ചേർന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. വിവാഹം കഴിച്ചില്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനതിന് സാധിക്കില്ല എന്നും പറഞ്ഞു. ഉടനെ അവൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് എന്നെ ജയിലിൽ അടച്ചു. ഞാൻ ജയിലിലായതിനു ശേഷം അവൾ അബോർഷൻ ചെയ്തു. ഞാൻ ജയിലിലായതിനു ശേഷം പിന്നെ ഞങ്ങൾ മിണ്ടിയിട്ടേയില്ല. 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബെയിലാണ് പുറത്തു വന്നത്. ആ സമയം എന്റെ ലോയർ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും പൂർണ്ണ മനസ്സോടുകൂടിയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അങ്ങനെ ആ പെൺകുട്ടി തന്നെ പറയുകയാണെങ്കിൽ നിനക്ക് ഇനി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നീ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകണം എന്ന് ലോയർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ ഫോൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ദയവ് ചെയ്ത് ഇങ്ങനൊരു കാര്യം ചെയ്തു നൽകാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. കോടതിയിൽ വന്ന് നിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ രക്ഷപ്പെടും. അതിനുശേഷം ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല എന്ന് അവളോട് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ അവൾ അതിനെ സമ്മതിച്ചില്ല. പിന്നീടാണ് എനിക്കൊരു പദ്ധതി തോന്നിയത്. ഇങ്ങനെയൊന്നും ഇവളോട് ചോദിച്ചാൽ ശരിയാകില്ല. അങ്ങനെ അവളെ യഥാർത്ഥമായി പ്രണയിക്കുന്നത് പോലെ ഞാൻ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി. അതിൽ അവളും വിശ്വസിച്ചു. പിന്നീട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ അവളെ പുറത്തേക്ക് വിളിച്ചു. നമുക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ബൈക്ക് എടുത്തുകൊണ്ടുവന്നു. കൂടെ എന്റെ സുഹൃത്തും വന്നിരുന്നു. ഞങ്ങൾ ഒഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ കുളത്തിന്റെ കരയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയം വീണ്ടും ഞാൻ അവളോട് കാലിൽ വീണ് ചോദിച്ചു, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി കോടതിയിൽ വന്ന് ഇങ്ങനൊരു സഹായം ചെയ്യാമോ എന്ന്. നിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമെന്ന് അവളോട് ഒരുപാട് തവണ പറഞ്ഞു. എന്നാൽ എത്ര പറഞ്ഞിട്ടും അവൾ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. വാശി കാണിച്ച് സമ്മതിച്ചില്ല. ഇത്തവണ അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവളെ കൊല്ലണം എന്ന പദ്ധതി ഇട്ടിട്ടാണ് ഞാൻ എന്റെ സുഹൃത്തുമായി അന്നവിടെ വന്നത്. ഞങ്ങൾ പുറപ്പെടുമ്പോ തന്നെ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിരുന്നു. പിന്നീട് CCTVയിൽ അകപ്പെടാതിരിക്കാൻ ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചു. എങ്കിലും പോലീസുകാർ ഞങ്ങളെ കണ്ടുപിടിച്ചു. അവളെ അവിടെ കൊണ്ടുവന്ന് എത്രയോ തവണ ചോദിച്ചിട്ടുകൂടിയും അവൾ സമ്മതിച്ചില്ല. ഇനി ഇവൾ ജീവിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ മറച്ചു വെച്ചിരുന്ന ഒരു വലിയ കത്തിയെടുത്ത് അവളുടെ കഴുത്തറക്കാൻ തുടങ്ങി. എന്റെ സുഹൃത്ത് പുറകിൽ നിന്നും അവളെ മുറുകെ പിടിച്ചിരുന്നു. ഞാനാണ് കഴുത്തറുത്തത്. കഴുത്തറുത്ത അല്പസമയത്തിൽ തന്നെ അവൾ മരിച്ചു. അതിനുശേഷം
ശരീരം മുഴുവനായും ഉപേക്ഷിച്ചാൽ അവളെ തിരിച്ചറിയും എന്ന് മനസ്സിലായി. അതുകൊണ്ട് ശരീരഭാഗങ്ങൾ ഓരോന്നായി വെട്ടിയെടുക്കുകയും അവിടെ വലിച്ചെറിയാൻ തീരുമാനിച്ചു. അതേ സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ കൈ, കാൽ, ശരീരം എല്ലാം പ്രത്യേകം വെട്ടിയെടുത്തത്. പിന്നീട് ചില ഭാഗങ്ങൾ കുളത്തിലെറിയുകയും ചില ഭാഗങ്ങൾ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ആറ്റിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സത്യം അവൻ സമ്മതിച്ചതിനു ശേഷം പോലീസുകാർ അവനെ പിടിച്ച് ജയിലിലടച്ചു. സത്യത്തിൽ ഈ ടീനേജ് പ്രായത്തിൽ വരുന്ന ഇൻഫാക്ച്വേഷൻസ്, യഥാർത്ഥ പ്രണയം എന്നൊക്കെ വിശ്വസിച്ച് അതിർത്തി കടക്കുന്ന പല യുവാക്കളുമുണ്ട്. അവർക്കെല്ലാം ഈ ഒരു കേസ് മുന്നറിയിപ്പായിരിക്കണം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.